തന്നോട് ആലോചിക്കാതെ ഇന്ന് എൻ്റെ ഒരു തീരുമാനം പറഞ്ഞാൽ നമ്മുടെ വക്കീലിനോട് ഇന്നീ കിട്ടാനുള്ള പണം മുഴുവൻ ഇങ്ങോട്ട് കിട്ടി കടങ്ങൾ എത്രയാന്ന് വെച്ചാൽ അത് തീർത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അമ്മുവിൻ്റെയും അനാഥ കുട്ടികളുടെയും പേരിൽ അവകാശമാക്കി ഒരു വിൽപ്പത്രം എഴുതാൻ. എന്താ വിരോധമുണ്ടോ തനിക്ക്? ഇതായിപ്പോ നന്നായത്. എന്നിട്ട് എവിടെ വിക്ടർ? എത്തിയില്ലല്ലോ ഇതുവരെ. I am very much here. അല്ല വിക്ടർ, ആരാ ഇവരൊക്കെ? ചുമ്മാ ഏതോരം മുംബൈക്കാ ഹേ. ഇല്ലമ്മ, ഭട്ടാജിയുടെ ആൾക്കാരെ ഇവന്മാര് ദാ ഇന്ന് വന്ന് ഇറങ്ങിയിട്ടുള്ള മുംബൈന്ന്. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചും പറക്കും. ഇരിക്കൂ ലക്ഷ്മി, ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ. അയ്യോ ഒന്നും വേണ്ടമ്മ, ക്യാരൻ നയിച്ചേന. ആ പിന്നെ സാർ. അല്ല വിക്ടർ, താനെന്താ വെറും കൈയോടെ? പണം എവിടെ? കറക്റ്റ്, ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് സാർ ഇടയ്ക്ക് കയറിയത്. ആ സാർ, ചെറിയൊരു പ്രോബ്ലം. എടോ സാർ ഒരു മിനിറ്റ് അമ്മ, ഒന്ന് പറഞ്ഞോട്ടെ. സാർ, സത്യത്തിൽ ഭട്ടാജി നിഷ്കളങ്കരാണ് സാർ. പക്ഷെ കൂടെ ചിലരുണ്ട്, ഏറ്റവും താഴെയുള്ള ബ്രദർ, പിന്നെ ഭാര്യയുടെ ബ്രദറുടെ അളിയൻ. അവന്മാരാണ് സാർ പ്രശ്നം. ഇത്രയും വലിയൊരു എമൗണ്ട് കൈ കിട്ടിയിട്ട് അത് അതുപോലെ സാറിനങ്ങ് തന്ന പിന്നെ നമുക്കെന്താ വിക്ടർ ബെനിഫിറ്റ് എന്ന അവന്മാരുടെ ചോദ്യം. അതിലൊരുത്തം കയറി അപ്പ തന്നെ ബോംബെയിലെ ഭട്ടാജിയുടെ ബിഗ് ബ്രദറിനെ വിളിച്ചു. ബഡാബായി അപ്പ തന്നെ ബോംബെയിൽ നിന്ന് ഭട്ടാജി ദുബായിക്ക് വിളിച്ചു. അബേ കിഷൻ, കീപ് ദ മണി, വെയിറ്റ് ഫോർ മൈ ഓർഡേഴ്സ്. അതാണ് സാർ പുള്ളിക്കാരന്റെ കൽപ്പന. അതാണ് സാർ പിക്ചർ. അല്ല സാർ, ഇതിപ്പോ മൊത്തം പണവും അവന്മാരുടെ പിടിയിൽപ്പെട്ടു പോയ സ്ഥിതിക്ക് അവന്മാര് പെർസെന്റേജ് ചോദിച്ചാലോ എന്നല്ല സാർ, ചോദിച്ചു. അതായത് ടോട്ടൽ എമൗണ്ടിന്റെ 80% അത് സാറിന്. സോറി, സാറിനല്ല, ഭട്ടാജി. ബാക്കി 20% അത് സാറിന്. സാറിനെന്ന് പറഞ്ഞ പകുതി സാറിന്, പകുതി എനിക്ക്. 50-50. എങ്ങും തൊടാതെ സാറിന് 70.7 lakhs. പോട്ടെ, 71 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് തരും. പണം തേ കാറിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടോ സാർ? അയ്യോ സാർ, എന്ത് ചെയ്തിക്കപ്പാ സാർ? ഇല്ലമ്മ, പിക്ചറിന് വേണം, പിക്ചറിന് തന്നെ വേണം സാർ. പോലീസ് പക്കടോ. Launching, right? Launching can be done. We can. Sorry, all of you. Sorry.
ഒന്ന് കൊളുത്തിയാൽ താനൊന്ന് റിലാക്സ്ഡ് ആവും. I am terribly sorry, Mr. Ravi. We will do everything possible. Mr. Philip will give you all the details. Thank you. മനസ്സിലാക്കിയിടത്തുള്ളത് ഒരു പ്രീ പ്ലാൻഡ് മർഡർ എന്നതിൽ സംശയമില്ല. പക്ഷേ ആരാ എന്താ എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല സ്പോട്ടിൽ നിന്ന്. എനിവേ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൾറെഡി ഓൺ. വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു നിങ്ങളൊക്കെ തമ്മിലല്ലേ? അതെ, ഒന്നുമില്ലായിരുന്ന കാലത്ത് ഒരുപാട് സഹായിച്ച ആളാ എന്നെ രവിയൊക്കെ. ആ മിസ്റ്റർ നായർ അമ്മു സ്വാമിനാഥനെ ബാംഗ്ലൂർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് യുവർ സിസ്റ്റർ ആലിസ് ഇവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടിയല്ലേ? ആ, വല്ലാത്തൊരു ഷോക്കിലാണ് അവർ. ഈ അവസ്ഥയിൽ കൊണ്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. വെൽ രവി, തൽക്കാലം വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ടാളുടെയും ബോഡി റിസീവ് ചെയ്യാൻ രവിയുടെ പേരാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്, ഒരു മകന്റെ സ്ഥാനത്ത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ, സീ യു ടുമോറോ അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ നായർ. ആഹാ, അപ്പൊ ഇത്രയും നേരം ഒറ്റയ്ക്ക് മാറിയെന്ന് കരയായിരുന്നു അച്ഛാ എന്റെ പുന്നാരമോള് അല്ലേടി? ബാംഗ്ലൂർ ARK അങ്കിൾ വിളിച്ചിരുന്നു. അമ്മ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പുറപ്പെടുന്നു. വാട്ട് അബൌട്ട് യു? നാളെ തന്നെ തിരിച്ചു പോകണോ നിനക്ക്? ബാക്ക് ടു ഡൽഹി? വേണ്ട, ചെല്ലുന്നില്ലെന്ന് ഞാൻ മെസ്സേജ് കൊടുത്തു. നന്നായി. തൽക്കാലം നീയെങ്കിലും ഇവിടെ ഉള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും അമ്മോന്. ചന്ദ്രേട്ടാ, വൈകിക്കണ്ട. മോളെ അമ്മു, കണ്ടോളൻസസ് മോളെ, കണ്ടോളൻസസ്. കരയല്ലേ മോളെ, ഒക്കെ ഓരോരോ ദൈവഹിതം. അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ. കഷ്ടം കേട്ടോ മോളെ. ഇന്നലെ കാലത്തും രണ്ടുപേരെ ചെന്ന് ജീവനോടെ കണ്ടതായിരുന്നു വിക്ടറങ്കിൾ, സാറിനെയും മോളുടെ അമ്മച്ചിയെയും. എന്തിന്? ഇന്നലെ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ പിരിയുമ്പോഴും എന്നോട് പറയായിരുന്നു സാറ്, വിക്ടറെ, ആരും ഒരു കമ്പനി ഇല്ലാതെ ഒറ്റക്കിരുന്ന് മടുത്തടോ. നേരമുണ്ടെങ്കിൽ നീ ഒരുത്തനെങ്കിലും വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങ്. TV-യിൽ മോളുടെ പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് കാണാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാന്നൊക്കെ. ആ, പക്ഷെ ഉടയമ്പര അനുവദിച്ചില്ല മോളെ. അതെങ്ങനെ? നരകം പിടിക്കാനായിട്ട് അന്നേരം തന്നെ ഇവിടെ ഒരു ഒടുക്കത്തെ കോൾ ത്രൂ ചെയ്ത് തന്നിട്ട് സംഭവം നടക്കുന്ന കൃത്യസമയത്ത് അബുദാബിയിൽ ഒരു മീറ്റിംഗ് ചെന്ന് മാട്ടിപ്പോയി മോളെ അങ്കിള്. ആ നേരത്ത് അങ്കിൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ, സംഭവിക്കില്ലായിരുന്നു. വിക്ടർ പ്ലീസ്, ഷീ ഹാസ് ടു ഗോ. അതെ, അമ്മ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്നതാ വിക്ടറും. കമോൺ ബെറ്റി, മാഡത്തിന് റിസീവ് ചെയ്യും. യൂസഫ്, ആ കുട്ടിയുടെ പെട്ടി പ്രമാണോട് തന്റെ കാറി കയറ്റി. ദേ അങ്കിള് കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, കേറിക്കോ, പോവാ. എന്താ പോണോ നിനക്ക്? അമ്മ നമ്മുടെ കൂടെ പോന്നോളൂ. അയ്യടി, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ പോന്നോളും. പുല്ല്,
അതെ, ഞാൻ ഒരുത്തരം കണ്ടിട്ടില്ല, ഒരു പുല്ലനെ കണ്ടിട്ടില്ല. സ്വാമിനാഥൻ സാറിന്റെ കൂടെ ചൊറിഞ്ഞും പറഞ്ഞും പറ്റിക്കൂടി നിന്നിട്ടൊടുക്കം കൊലയോടെ വലിപ്പിച്ചോണ്ട് പോയ ഒരുപാട് പേരുണ്ട് ദുബായില്. കേട്ടോ മോളെ, എന്നിട്ടൊടുവിൽ കഷ്ടകാല സമയത്ത് ഈ വിക്ടർ ഒരുത്തനെ കൊണ്ടല്ലാതെ ഒരു വട്ട് സോഡയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല മോളുടെ അച്ഛന്. ഒരുത്തനെ കൊണ്ടും ഇവിടെ നിൽക്കുന്ന ഒരു പട്ടിയെ കൊണ്ടും. എടോ വിക്ടർ, ഒന്ന് മതിയാക്ക്. മാറിയിക്കണോ നായരെ. എന്നിട്ടിപ്പോ ചത്ത് കിടക്കുന്നവരുടെ ചവടുപ്പിക്കാനാള്, ബോഡി ഒപ്പിട്ട് വാങ്ങാനാള്, മോള് വന്നിറങ്ങുമ്പോ എഴുന്നള്ളിക്കാനാള്, കണ്ണീര് തുടപ്പിക്കുന്നു, മിഞ്ഞാ പിടിപ്പിക്കുന്നു. ആഹാ, എന്നാ പറ്റി സാറേ? പെങ്കൊച്ചു കയറി അങ്ങ് കൊഴുത്തുമുഴുത്തില്ലോന്ന് കണ്ടിട്ടായിരിക്കും സാറിപ്പോ ഒരുമാതിരി മിണുമിണാന്ന്. ആളറിഞ്ഞ് തരമറിഞ്ഞ് അവസരം അറിഞ്ഞ് വേണം സംസാരിക്കാൻ, കേട്ടോ? അമ്മോ,